ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയുടെ 5 മാസത്തെ ചടങ്ങുകൾ നടക്കാൻ പോവാണ് കേട്ടോ. ആ ദിവസം രാവിലെ തന്നെ എത്തുകയാണ് നയനയും ആദർശും. അങ്ങനെ ദേവയാനി അടുക്കളയിൽ കയറി പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുക്കളയിൽ കയറി പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവയാനി. അപ്പം നയന അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, എന്താ നീ അടുക്കളയിലേക്ക് വന്ന്? നീ ഇപ്പം അടുക്കളയിലേക്കൊന്നും വരണ്ട, ഞാനിപ്പോൾ ഇവിടുത്തെ പാചകമൊക്കെ ഏറ്റെടുത്തിരിക്കുകയല്ലേ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അതല്ലമ്മേ, അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഓ, അങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇപ്പം ആരും വരേണ്ട കാര്യമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമെന്ന് പറ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് ഇനി വേണ്ട എന്ന് പറയുമ്പം നയന പറയാണ്, അവർക്ക് അങ്ങനെയൊന്നുമില്ല, എന്ത് കൊടുത്താലും കഴിച്ചോളും, എന്തായാലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതങ്ങനെയല്ലല്ലോ, അവരുടെ ഗസ്റ്റായിട്ട് വരുന്നതല്ലേ, നിൻ്റെ ചേച്ചിയുടെ 5 മാസ ചടങ്ങിന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വിളിച്ചു വരുത്തുന്നതാണല്ലോ, പിന്നെ അതിലൊരു കുറവുണ്ടായി എന്ന് പറഞ്ഞ് നീ ഇനി അവരുടെ കൂടെ തിരിച്ചെങ്ങാനും പോയാലോ എന്നൊക്കെ നയനയോട് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം അടുക്കളയിൽ നിന്ന് നല്ല മണമൊക്കെ വരുമ്പം അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ രേവതിയും അനാമികയും. രേവതി എന്നിട്ട് അടുക്കളയുടെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, അനാമികയെ നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഇന്ന് ദേവേടത്തി എന്തൊക്കെയോ നല്ല പാചകമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അതെ, ഇന്ന് അവളുടെ 5 മാസ ചടങ്ങല്ലേ, അതിനായിട്ടുള്ള പാചകമാണ് ചെയ്യുന്നത്. ഹോ, നല്ല മണം വരുന്നുണ്ട്, ഇത്രയും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എത്ര നാളായെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയോട് പറയാ. അച്ഛനാണെങ്കിൽ സാമ്പാർ, അവിയൽ അങ്ങനെയുള്ള ഇതുപോലെയുള്ള നാടകം പാചകങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലാണെങ്കിൽ അതൊന്നും അങ്ങനെ വെക്കാറില്ലാത്തത് കാരണം അച്ഛൻ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് കഴിക്കുന്നത്. എന്തായാലും അച്ഛനെ കൂടി ഒന്ന് വിളിച്ച് വരുത്തിയേക്കാം, ഈ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എന്ന് പറയാണ്. എന്നിട്ട് രേവതി വേണുവിനെ വിളിക്കുകയാണ് കേട്ടോ. വേണുവേട്ടാ, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുക. വേണു പറയാ, ഞാൻ കുറച്ച് തിരക്കില, ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ രേവതി പറയാണ്, നിങ്ങൾ പെട്ടെന്ന് അനന്തപുരിയിലേക്ക് വാ, ഇവിടെ ചില ചടങ്ങുകളൊക്കെ നടക്കല്ലേ, ആ നവ്യയുടെ 5 മാസത്തിലെ ചടങ്ങുകൾ, അതിനായിട്ട് നല്ല സദ്യ ഉണ്ട് ഇവിടെ. ദേവയാനി സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന നല്ല സദ്യ, നല്ല മണമൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വാ. അപ്പം വേണു പറയാണ്, ആണോ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ രേവതി അനാമികയും അത് അവർക്ക് കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് റൂമിൽ ചെന്നിട്ട് ദേവയാനിയുടെ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങ് എടുക്കുകയാണ്. എടുത്തിട്ട് ആദർശിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോനെ ആദർശേ, ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നയനയ്ക്ക് കൊണ്ട് കൊടുക്കുക, ഇന്നിവിടെ ഒരു പ്രധാന ചടങ്ങ് നടക്കുകയല്ലേ, ഈ ചടങ്ങിന് അവൾ ഈ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വരണം എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തിനാമ്മേ, അവൾക്ക് ഇങ്ങനെ ഒരുപാട് സ്വർണ്ണമൊന്നും ഇടുന്ന ആവശ്യമില്ല, അവൾക്കതൊന്നും താല്പര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, അവൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഇതൊക്കെ എൻ്റെ സ്വർണ്ണമാണ്, എൻ്റെ മരുമകളാണ് അവൾ, അവൾക്ക് ഞാനിതൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അവൾക്ക് ഞാൻ കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് അവൾ ഇവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും ഈ സ്വർണവും ഒക്കെ ഇട്ടുകൊണ്ട് വരണം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൾക്കിത് കൊണ്ട് കൊടുത്താലും അവൾ ഇതൊന്നും ഇടാൻ പോകുന്നില്ല അമ്മേ, കാരണം ഇപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൊടുത്ത സ്വർണം അവളുടെ കയ്യിലുണ്ട്, അത് തന്നെ അവൾ ഇടുന്നില്ല, പിന്നെയാണോ എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ഇത് അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ തരുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. ആദർശ് അതേസമയം ആ സ്വർണ്ണം ആ കട്ടിലിൽ തന്നെ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് കയറി വരുന്നത്. രേവതി കയറി വരുമ്പോഴേ ഈ സ്വർണം കാണുമ്പോൾ രേവതി അത് വാരിയെടുക്കുകയാണ്. കൂടെ അനാമികയുണ്ട്. എന്നിട്ട് എടുത്ത് കയ്യിലും കഴുത്തിലും ഒക്കെ വയ്ക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് പറയുന്നുണ്ട് അനാമിക, ആഹാ വല്യമ്മേ, ഈ സ്വർണം നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം അനാമിക പോകുമ്പം രേവതി അടുത്ത് എന്നിട്ട് പറയാണ്, നല്ല സ്വർണം, ഇതൊക്കെ ദേവയാനി ഇപ്പോൾ ഇടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നതാണോ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണല്ലോ ഡിസൈനുകളൊക്കെ. അപ്പോഴേക്കും ദേവയാനിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി പറയാണ്, ആ സ്വർണ്ണമൊക്കെ അവിടെ വച്ച് രേവതി, ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്ന് വെച്ച് ഞാനതൊന്നും എടുത്ത് നോക്കിയെന്ന് വെച്ച് എന്താ കുഴപ്പം ദേവേടത്തി, അല്ല എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വച്ചിരിക്കുന്നതാണ്. രേവതിക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഈ സ്വർണത്തിനോടുള്ള ആർത്തിയൊന്നും മാറിയില്ലേ, ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് കൊടുക്കാനാണ്, അത് മറ്റൊരാളുടെ അടുത്ത് അണിയുന്നത് അത്ര ശരിയല്ലല്ലോ രേവതി എന്ന് പറയാണ്.
അപ്പോൾ രേവതിക്ക് ആപ്പാടെ ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് രേവതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കുക, ആർക്ക് കൊടുക്കാനായിരിക്കും ദേവേടത്തി ഈ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്? വേറെ ആർക്കും കൊടുക്കാനായിരിക്കില്ല, അനാമിക മോക്ക് തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കാ കൊടുക്കുന്നത്? നയനയ്ക്കൊന്നും കൊടുക്കില്ല, അവളെ ദേവേടത്തിക്ക് കണ്ണിന് കാണരുത്. പിന്നെ അനാമിക മോക്ക് തന്നെ കൊടുക്കാനായിരിക്കും. ഓ, ആ സ്വർണം കിട്ടിയ പിന്നെ രക്ഷപ്പെട്ടു. ഇനി ഇവിടുന്ന് മോഷ്ടിക്കാനൊന്നും പോകണ്ട, തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് അനാമികയുടെ അടുത്ത് ചെന്നിട്ട് രേവതി പറയുന്നുണ്ട്, അതേ അനാമിക മോളെ, നിനക്ക് തരാനാണെന്ന് തോന്നുന്നു ദേവേടത്തി ആ സ്വർണ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാന്ന്. അത് നിനക്ക് തന്നെ ആയിരിക്കും, അല്ലാതെ പിന്നെ ആർക്കാ? അപ്പോൾ അനാമിക പറയാം, അല്ലാതെ പിന്നെ ആർക്കാ? നയനയ്ക്ക് കൊടുക്കുമോ? ഇല്ല, വല്യമ്മ നയനയ്ക്ക് കൊടുക്കില്ല, നവ്യയ്ക്ക് അത്ര പോലും കൊടുക്കില്ല. പിന്നെ ആർക്ക് കൊടുക്കാനാ? എനിക്ക് തന്നെ ആയിരിക്കും അത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ രേവതി പറയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മുടെ ബാധ്യതകളും കടവും എല്ലാം അത് ഒറ്റയടിക്കങ്ങ് തീർക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം വേണു അവിടെ എത്താണ്. വേണു എത്തുമ്പം തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട്, ഹാ, എന്താ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? എവിടെ സദ്യ? നീ ഇവിടെ നല്ല സദ്യ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങോട്ട് ഓടി വന്നത്. എവിടെ? നല്ല പായസത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടോണ്ട് രേവതി പറയുന്നുണ്ട് അനാമികയോട്, മോളെ അനാമികയെ, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കാണും ദേവേടത്തി. നീ പോയിട്ട് ആ ഭക്ഷണമൊക്കെ ഇങ്ങനെ എടുത്തോണ്ട് വാ, നിൻ്റെ അച്ഛന് വിളമ്പി കൊടുക്ക്, അച്ഛൻ വയറു നിറച്ചൊന്ന് കഴിക്കട്ടെ എന്ന് പറയാണ്. അതേസമയം ദേവയാനിയാണെങ്കിൽ അടുക്കളയിൽ പാചകമൊക്കെ കഴിഞ്ഞിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനെ, ദേ എല്ലാ കൂട്ടം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രത്യേകമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നീ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനെടുത്ത് വിളമ്പി കൊടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ശരി അമ്മയെന്ന് പറയുകയാണ്. ആ സമയത്താണ് അനാമിക അങ്ങോട്ട് വരുന്നത്. അനാമിക വന്ന് ഈ ഭക്ഷണമെല്ലാം എടുത്തുകൊണ്ട് പോയി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുകയാണ്. എന്നിട്ട് വേണുവിനെ രേവതിയെ ഇരുത്തിയിട്ട് വിളമ്പി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, നല്ല ഭക്ഷണം കേട്ടോ, നല്ല സാമ്പാറാണ്, അവിയലിനാണെങ്കിൽ നല്ല ഒന്നാം തരം ടേസ്റ്റുമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം നയനെ അവിടെ കനകയെയും ഗോവിന്ദനെയും വിളിച്ചിരുത്തുകയാണ് കേട്ടോ ഭക്ഷണം വിളമ്പാനായിട്ട്. എന്നിട്ട് അവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ വേണുവിനും രേവതിക്കും അനാമികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ തന്നെ രേവതി ചോദിക്കുകയാണ്, എന്താ നയനെ ഈ കാണിക്കുന്നത്? ഈ ഭക്ഷണമെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, വേണുവേട്ടന് വേണ്ടിയിട്ട് ഇഷ്ടത്തോടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേണുവേട്ടൻ അത് കഴിക്കുന്നത് നീ കണ്ടില്ലേ? പിന്നെ ഈ കൂടെ നിൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടിരുത്തി വിളമ്പാൻ ഇതെന്താ സത്രമാണെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയാണ്, അമ്മ എന്നോട് പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമാണ് അവർക്കത് വിളമ്പി കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചിരുത്തി വിളമ്പി കൊടുക്കുന്നത്. ഓ, അവരാദ്യമായിട്ട് കാണുമായിരിക്കുമല്ലോ ഭക്ഷണം, ഇത്രയും നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഗോവിന്ദനും കനികയും, അതുകൊണ്ട് ആർത്തി പിടിച്ചിപ്പോൾ കഴിക്കും. വേണുവേട്ടൻ ആവശ്യത്തിന് കഴിച്ചോ, ഇവരെവിടെ ഇരുന്ന് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടോണ്ട് ആദർശ് അങ്ങോട്ട് വരികയാണ്. ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു പ്രശ്നം? അപ്പോൾ രേവതി പറയാണ്, അല്ല, ഞാൻ ഈ ഭക്ഷണമൊക്കെ വേണുവേട്ടന് വിളമ്പി കൊടുക്കുമായിരുന്നു. വേണുവേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രഥമനും എല്ലാം ഉണ്ടായിരുന്നു. ആ കൂടത്തിൽ ഇവൾ കൊണ്ടുവന്ന് ഇവളുടെ അച്ഛനെയും എഴുതി വിളമ്പുന്നു. ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാക്കി വെച്ചതുപോലെ ഉണ്ട് ഇതൊക്കെ. അത് ഞാൻ ചോദിക്കുകയായിരുന്നെന്ന് പറയുമ്പം ആദർശ് പറയാണ്, പിന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഇത്? ഇവിടെ നടക്കുന്ന ചടങ്ങ് നവ്യയുടെ 5-ാം മാസ ചടങ്ങല്ലേ, അതിനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പ്രത്യേകം വിളിച്ചു വരുത്തിയതാ ഇവർക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ ഈ ഭക്ഷണം എന്നൊക്കെ ആദർശ് പറയാണ്. അതിനുശേഷം ആദർശ് മുറിയിലേക്ക് ചെന്ന് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയത് നയനയുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ലേ? അത് അവർക്ക് വേണ്ടിയിട്ടല്ല, രേവതിക്കും അനാമികയുടെ അച്ഛനും വേണ്ടിയിട്ടാണെന്നാണ് അവിടെ പറയുന്നത്. അവിടെ അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന നയനയുടെ അച്ഛനെയും അമ്മയും അവർ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ദേവയാനിക്ക് അങ്ങ് ദേഷ്യമാവുകയാണ് ചെയ്യുന്നത്. ദേവയാനി ഉടനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും വലിയ കാര്യത്തിൽ തന്നെ രേവതി പറയാണ്, ദേവേടത്തി എന്ത് ഇഷ്ടത്തോടെ എന്ത് നന്നായിട്ടുണ്ടാക്കിയ ഭക്ഷണം അവൾ ആദ്യം തന്നെ അവളുടെ അച്ഛനും അമ്മയ്ക്കും വിളമ്പുന്ന കണ്ടില്ലേ? വേണുവേട്ടൻ കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛനും അമ്മയും ആ ഒപ്പം കൊണ്ടിരുത്തി കഴിപ്പിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പം ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട്, എന്താ രേവതി മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം ഇതൊക്കെ കേൾക്കുമ്പം ആകപ്പാടെ മാനക്കേട് വന്ന ഗോവിന്ദനും കനകയും ഭക്ഷണം കഴിക്കാൻ എണീക്കുകയാണ്. എന്നിട്ട് അവരങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഗോവിന്ദനും കനകയും ഇരിക്കുക, രേവതി അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ എണീക്കരുതെന്ന് പറയണം.
അപ്പം കനക പറയുന്നുണ്ട്, വേണ്ട, നന്നായിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ചു, ആവശ്യത്തിന് വയറ് നിറഞ്ഞു, ഇനിയിപ്പോൾ വേണ്ടാന്ന് പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് വിഷമാവുകയാണ്. ദേവയാനി രേവതിയോട് ചോദിക്കുകയാണ്, എന്താ രേവതി, ഈ അവരെ അപമാനിച്ചു വിട്ടപ്പോൾ രേവതിക്ക് സമാധാനമായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയാണ്, "ആ, ഞാൻ അപമാനിച്ചു വിട്ടെന്നോ? ദേവേടത്തി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവേടത്തിക്കല്ലേ അവരെ ഇഷ്ടമില്ലാത്തത്? അവർ വേണുവേട്ടൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവരാണോ?" അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, അതെ, അവരെന്താ വേണുവിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ? അവരാണിന്ന് ഇവിടുത്തെ അതിഥി, എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയാണ്. അവരെവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്ന് പറയാൻ രേവതിക്ക് എന്താണ് അവകാശം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേണു പറയാണ്, രേവതി കുറച്ച് സാമ്പാർ കൂടി ഇങ്ങോട്ട് ഒഴിക്ക് എന്ന് പറയാണ്. അപ്പോൾ രേവതി അങ്ങോട്ട് സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ട് പറയാണ്, വേണുവേട്ടൻ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചോ? ദേവേടത്തേക്ക് ആ സർജറി കഴിഞ്ഞതിൽ പിന്നെ തലയ്ക്ക് അത്ര സ്ഥിരതയില്ല, ഇപ്പം മൊത്തത്തിലെല്ലാം മാറ്റമാണ്, പഴയ സ്വഭാവമേ അങ്ങ് മാറിപ്പോയി. അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ദേവയാനി പറയാണ്, ദേവതി മര്യാദയ്ക്ക് സംസാരിച്ചോണം, എൻ്റെ തലയ്ക്കല്ല സ്ഥിരതയില്ലാത്തത്, നിൻ്റെയും നിൻ്റെ മകളുടെയും തലയ്ക്ക് സ്ഥിരതയില്ലാത്തത്. ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് നിൻ്റെ ഭർത്താവ് വേണുവിന് വെട്ടിവിഴങ്ങാനല്ല, നയനയുടെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നാണമില്ലാതെ എവിടെയും വലിഞ്ഞു കയറിയിരുന്ന് ഭക്ഷണം കഴിച്ചോളും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവയാനി അങ്ങ് പോവുകയാണ്. ആകെപ്പാടെ ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ അനാമികയും കുടുംബവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്